ഇന്ന് കേരള സർവകലാശാലയിൽ പ്രതിഷേധിച്ച ഭരണകക്ഷി യുവജന സംഘടനകൾ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഈ സർവകലാശാല വിഷയത്തിൽ സമരം ചെയ്യുന്നവരെ ഗുണ്ടകളെന്നും അക്രമകാരികളെന്നൊക്കെ വിശേഷിപ്പിക്കുന്നതിലൂടെ അദ്ദേഹം ആർഎസ്എസിന്റെ വക്താവായി മാറുന്നുവെന്നാണ്. അതിനുള്ള മറുപടി ആദ്യം തന്നെ ഈ കഴിഞ്ഞ 9 വർഷത്തിൽ ഇപ്പോഴെങ്കിലും വി ആർ ഗുണ്ടാസ് എന്ന് പറയാനാണെങ്കിലും SFIയുടെ നേതാക്കളൊക്കെ ഒന്ന് വാ തുറന്നല്ലോ എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്ന് ആദ്യം തന്നെ പറഞ്ഞു വെക്കട്ടെ. കേരളത്തിൽ കഴിഞ്ഞ 9 വർഷമായി വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അവകാശ പ്രശ്ന വിഷയങ്ങൾ നടന്നിരുന്നു. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട്, അധ്യാപകരുമായി ബന്ധപ്പെട്ട്, കോഴ്സുകളുമായി ബന്ധപ്പെട്ട് FIUGP പോലെയുള്ള വലിയ ഒരു 4 വർഷ ബിരുദത്തിന്റെ ഒരു ചട്ടക്കൂടയെ മാറ്റിക്കളഞ്ഞുള്ള ഒരു വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നു. ഇതിലൊന്നും വിഷയമില്ലാതെ ഈ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ എത്രയോ കുട്ടികൾ വിദേശത്തേക്ക് പറന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അത് വലിയ മൂല്യച്യുതി വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഉള്ളത് കൊണ്ടാണെന്ന് വിദ്യാഭ്യാസ വിചക്ഷണർ വരെ അഭിപ്രായപ്പെടുന്നു. ഇതിലൊന്നും ഖേദമില്ലാത്ത, ഇതിലൊന്നും യാതൊരു അനക്കവുമില്ലാത്ത SFIക്കാരൻ ഇപ്പോൾ വാ തുറന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഞാനും കണ്ടു, ഇന്ന് വലിയ വാചക കസർത്തിലൊക്കെ സംസാരിക്കുന്നത് കേട്ടു. SFIയുടെ സംസ്ഥാന നേതാവ് അർലേക്കറെ വിളിക്കുന്നു, വി.ഡി. സതീശനെ വിളിക്കുന്നു, കുറെ ആളുകളുടെ പേരൊക്കെ എടുത്തു പറഞ്ഞു വലിയ വെല്ലുവിളി നടത്തുന്നു. അങ്ങനെ RSSനെ പ്രതിരോധിക്കുന്ന കണക്ക് പറയാനാണെങ്കിൽ നമുക്കും ധാരാളം സംസാരിക്കാനുണ്ട്. അപ്പോ ഈ അർലേക്കറെ ഇത്രനാളും പാലൂട്ടി വളർത്തിയത് ആരാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആദ്യം വിളിക്കേണ്ട പേര് പിണറായി വിജയന്റെയും ഗോവിന്ദ മാഷിന്റെയൊക്കെയാണ് എന്ന് പ്രിയപ്പെട്ട SFIയുടെ നേതാവിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം ദേശാഭിമാനിയിൽ മുഖപത്രം എഴുതിയത് വി.ഡി. സതീശനല്ല, UDFന്റെയോ കോൺഗ്രസിന്റെയോ ഭാഗമായി നിൽക്കുന്ന ആളുകളല്ല. ഈ മനോരമയുടെ ആർക്കൈവ്സ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാം. വളരെ കൃത്യമായി തന്നെ പിണറായി വിജയൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, മുൻഗാമികളെക്കാൾ എത്രയോ വളരെ മാന്യനും വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ആളുമാണ് പുതിയ ചാൻസലർ എന്ന് എത്രയോ തവണ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. എന്തിനാണ് SFIക്കാർ ഇത്തരത്തിലുള്ള ഉമ്മാക്കി സമരങ്ങളുമായി തെരുവിലിറങ്ങുന്നതെന്നൊക്കെ കേരളത്തിലെ ആളുകൾക്കറിയാം. ആർക്കാണ് RSSുമായി ബന്ധമുള്ളത് എന്ന് വളരെ കൃത്യമായി ഇവിടുത്തെ ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ വി.ഡി. സതീശന്റെ ഫോട്ടോ ഉയർത്തിപ്പിടിക്കുന്ന നേരത്തിന് പിണറായി വിജയനും അർലേക്കറും കൂടെ ചായ കുടിക്കാൻ പോയ ഫോട്ടോ എന്തേ ശിവപ്രസാദിന് കിട്ടിയില്ലേ? ദേശാഭിമാനിയിലെ മുഖപത്രം ശിവപ്രസാദിന് കിട്ടിയില്ലേ? ഇതൊക്കെ പരിശോധിക്കണം, ഇതൊക്കെ പഠിക്കണം. ഒരു നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണല്ലോ ഗോവിന്ദ മാഷ് പറഞ്ഞത്, RSSുമായിട്ടുള്ള ബന്ധത്തെ പറ്റി പറഞ്ഞത്. അതൊക്കെ ഈ പ്രിയപ്പെട്ട SFIയുടെ പുതിയ സാരഥി, അദ്ദേഹം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ കാര്യമായിട്ടുള്ള ചരിത്ര വായനയോ അല്ലെങ്കിൽ CPMനെ സംബന്ധിച്ചിട്ടുള്ള ധാരണക്കുറവോ കൊണ്ട് തന്നെയാണ് ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് മാത്രമേ നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയൂ. പിന്നെ ഈ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം ആകെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഭാരതാംബയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഒരു ഹർജി കൊടുത്തു. ഇത്ര വലിയ RSS വിരുദ്ധത പ്രസംഗിക്കുന്ന ആളുകൾക്ക് എന്തേ കോടതിയിൽ നിന്നൊരു ഉത്തരവ് വാങ്ങി RSSനെതിരെ പ്രതികരിക്കാൻ എന്താ പ്രയാസം? അത് മിണ്ടുന്നില്ലല്ലോ. എന്തിനാ ഹർജി പിൻവലിച്ചത്? ഈ സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട വിഷയം നിൽക്കുന്നു, ഞങ്ങളും സമ്മതിക്കുന്നു. യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഈ പറയുന്ന VC ചെയ്തിട്ടുള്ള പ്രവൃത്തി, രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന പ്രവൃത്തി ചട്ടവിരുദ്ധമാണ് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. പിന്നെ ചട്ടവിരുദ്ധമായിട്ടുള്ള ഒരു സിൻഡിക്കേറ്റിന്റെ ഒരു ചട്ടവിരുദ്ധമായിട്ടുള്ള സംവിധാനത്തിലൂടെ എന്ത് ചെയ്തു? അതെങ്ങനെ സാധിക്കും? ഇത് സാധിക്കാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നിയമപരമായി ഇത് അവസാനിപ്പിക്കാനുള്ള, അതിനൊരു ക്ലോഷർ വരുത്താനുള്ള സംവിധാനത്തിലേക്കല്ല പോകുന്നത്. ഇതിങ്ങനെ അനന്തമായി തുടരണം. ഇവിടുത്തെ ഇന്ന് ചർച്ച ചെയ്യേണ്ടത് ഈ വിഷയമല്ല. ഇവിടുത്തെ ആരോഗ്യ മേഖലയെ പറ്റിയിട്ടുള്ള വിഷയം ചർച്ച ചെയ്യേണ്ട ദിവസമാണിന്ന്, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട ദിവസമാണ്. അപ്പോ നിയമപരമായി ഇത് അവസാനിപ്പിക്കാനുള്ള ധാരണയിലല്ല ഇവർ പോകുന്നത്.